എടാ എണീക്ക്, മോർണിംഗ് വാക്കിന് പോകാൻ ഇറങ്ങി വാ. ഒന്ന് സ്വൈര്യമായി ഉറങ്ങാൻ സമ്മതിക്കില്ല. എടാ ഇറങ്ങി വരാൻ. അച്ഛ, മോർണിംഗ് വാക്ക് ഞാൻ വൈകുന്നേരം നടന്നോളാം. വരാനാ പറഞ്ഞത്. എന്റെ അമ്മോ വന്നേക്കാ. നടന്ന് നടന്ന് ക്ഷീണിച്ചു. കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ട് പോവാം. അച്ഛാ, നമുക്കൊരു ഫ്ലാറ്റ് വാങ്ങിയാലോ? ഫ്ലാറ്റ്? എടാ അതിന് ലക്ഷങ്ങളാവും. ഏയ്, ലക്ഷങ്ങളൊന്നും ഇല്ലെന്നേ. ഒരു ഫ്ലാറ്റ് എന്റെ ഫ്രണ്ടിന്റെ അച്ഛൻ വാങ്ങിയിട്ടുണ്ടല്ലോ. ലക്ഷങ്ങളൊന്നും ആയില്ല. ഒന്ന് പോടാ, ഏത് തുക്കടാ ഫ്ലാറ്റിന് പോലും കൊടുക്കണം ലക്ഷങ്ങൾ. ഞാൻ കണ്ടതാ, സൂപ്പർ ഫ്ലാറ്റാ. ഒരു 4 ബെഡ്റൂം ഉണ്ടാവും, ബാത്ത് അറ്റാച്ച്ഡ്, ഫുൾ AC. 4 ബെഡ്റൂം, AC, സൂപ്പർ ഫ്ലാറ്റ്. ലക്ഷങ്ങളൊന്നും ആയില്ല. പിന്നെ എത്രയായി? 1 കോടി എന്നാ പറഞ്ഞേ, അത്രേ ഉള്ളൂ. കഴുതേ, ലക്ഷങ്ങൾ കൂടിയതാടാ, കോടി. എപ്പ കൂടി? 2 ആഴ്ച മുമ്പ്. നിന്നെയൊക്കെ അത് പോട്ടെ, നീ ആ ഫ്ലാറ്റ് കണ്ടോ? ആ കണ്ടു. എന്റെ അമ്മോ, എന്ത് വലുതാ. ഈ ഫ്ലാറ്റ് ഉണ്ടാക്കിയ ആളെ അച്ഛന്റെ ഫ്രണ്ടാ, മിസ്റ്റർ സാംസൺ. ഒരാൾക്ക് ഇത്രയും വലിയ ഫ്ലാറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? സത്യം പറ, പുള്ളി ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാ? സത്യമാ മോനെ? ഒരു ഫ്ലാറ്റ് ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ വീരനെ ഒന്ന് കാണാൻ തോന്നുന്നു. സാംസൺ പേര് കേട്ടിട്ട് ഒരു അണ്ടർടേക്കർ ലുക്കുള്ള ആളാണെന്ന് തോന്നുന്നു. അല്ലാതെ ഒറ്റയ്ക്ക് ഒരു ഫ്ലാറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? നമുക്കൊന്ന് സാംസണിന്റെ വീട് വരെ ഒന്ന് പോവാം. എന്തൊക്കെയുണ്ട് ശശി, സുഖം തന്നെയല്ലേ? ദൈവമേ, ഇയാളാണോ ആ ഫ്ലാറ്റ് ഒറ്റയ്ക്ക് ഉണ്ടാക്കിയത്? ശരിയാ മോനെ, ഞാനാ അതുണ്ടാക്കിയത്. ഒരു ഇഷ്ടിക കഷ്ണം പൊക്കാൻ പറ്റാത്ത താനാണോ ആ വലിയ ഫ്ലാറ്റ് ഒറ്റയ്ക്ക് ഉണ്ടാക്കിയത്? ഇത് വിശ്വസിക്കണെങ്കിലേ ടിന്റുമോൻ വേറെ ജനിക്കണം. ആഹാ.